വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി. വിവിധ വകുപ്പുകളിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം ഹൈക്കോടതി തടഞ്ഞു. സിംഗിൾ ബെഞ്ചിന്റേതാണ് ഇടപെടൽ. വിവിധ ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾ നൽകിയ ഉപഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. നടപടിക്രമങ്ങൾ പാലിച്ചല്ല സ്ഥിരപ്പെടുത്തുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉപഹർജി. ജനുവരി 3 സർക്കാർ ഇറക്കിയ സ്ഥിരപ്പെടുത്തൽ ഉത്തരവിന്മേലുള്ള തുടർ നടപടികളാണ് ഹൈക്കോടതി തടഞ്ഞത്. വിവിധ വകുപ്പുകളിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള സർക്കാർ നീക്കത്തിനാണ് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. ലൈബ്രറിയൻ, നഴ്സറി ടീച്ചർമാർ, ആയമാർ തുടങ്ങി വിവിധ വകുപ്പുകളിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനായിരുന്നു സർക്കാർ നീക്കം. നടപടിക്രമങ്ങൾ പാലിച്ചല്ല സ്ഥിരപ്പെടുത്തൽ ഉത്തരവിറക്കിയതെന്ന ഹർജിക്കാരുടെ വാദത്തിൽ കഴമ്പുണ്ടെന്ന് വ്യക്തമായതോടെയാണ് തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞത്. സുപ്രീം കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമായി സ്ഥിരപ്പെടുത്തൽ പാടില്ലെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നതാണ്. അതിനെ മറികടന്ന് സർക്കാർ സ്ഥിരപ്പെടുത്തലുമായി മുന്നോട്ടു പോയെന്നും ഇത് കോടതി ലക്ഷ്യമാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉപഹർജി. തദ്ദേശ വകുപ്പ് ജനുവരി 3 പുറത്തിറക്കിയ ഉത്തരവിലൂടെ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും 10 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന 86 ലൈബ്രറിയന്മാർ, 22 നഴ്സറി ടീച്ചർമാർ, 14 ആയമാർ എന്നിവരെ പാർട്ട് ടൈം കണ്ടിൻജന്റ് ജീവനക്കാരായാണ് സ്ഥിരപ്പെടുത്തിയത്. ഇവർക്ക് പ്രതിമാസം 16,280 രൂപ വരെ ശമ്പളം നിശ്ചയിക്കുകയും ചെയ്തു. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് നവംബറിൽ ഹൈക്കോടതി വിലക്കിയിരുന്നു. ജനം, കൊച്ചി.